2013-14 രജിസ്ട്രേഷൻ വരുന്ന ടെറാനോ ആണ്. ഇതൊക്കെ മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാട്ടോ. ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? ഡീറ്റെയിൽ വരുന്നത് RXL 110 PS ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അറൗണ്ട് 1 lakh അറൗണ്ട് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവോ? അതെ കമ്പനി ഹിസ്റ്ററിയിലൊക്കെ വണ്ടിയാണ്. 349 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ചോദിച്ചിരുന്ന റേറ്റ്. ഓക്കെ, നമ്മൾ മാക്സിമം ഇത് റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-25 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കൊരു 3 lakh അറൗണ്ട് 3 lakhന്റെ അടുത്ത് വരെ വെച്ച് കൊടുക്കാം. ഓക്കെ, 3 ലക്ഷം രൂപ റേഞ്ചിലാക്കിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതെ, കസ്റ്റമർ വന്നോട്ടെ. ഓക്കെ, ലോണൊക്കെ എത്ര? 3.5 തന്നെ ലോൺ കയറില്ല? 3.5 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ മേള അവസാനിക്കാനായതിനെ കൊണ്ട് മാക്സിമം ഓഫർ കിട്ടി കൊടുക്കുക. എല്ലാ ഓഫറിൽ കൊടുക്കാണ്. ഓക്കെ, പിന്നെ ഒരുപാട് വണ്ടികളുണ്ട്. ഓക്കെ, നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള നമ്മളെ മലപ്പുറം പുളിക്കലുള്ള സാബിക്കാരൻ്റെ കാർക്കടാടിൻ്റെ യാർഡിലാണ്. കുറച്ച് അടിപൊളി വണ്ടികൾ കാണിച്ചു തരാൻ കുറച്ച് കാലത്തിന് ശേഷമുള്ള വീഡിയോ അതിനെ കൊണ്ട് തന്നെ കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാക്സിമം ഓഫേഴ്സും വരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2014 മോഡൽ പോളോ ഉണ്ട്, റേറ്റ് വരുന്നത് 3.25 ഉള്ളൂ. 2018 പോളോ ഉണ്ട്, 5 ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത്. ഫുൾ ലോൺ കിട്ടുന്ന 2 വണ്ടികളാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 2013-14 മോഡൽ ടെറാനോ ഉണ്ട്. ചലഞ്ചിങ് ആയിട്ടുള്ള റേറ്റ് ആണ്. കാരണം റേറ്റ് വരുന്നത് ആകെ 3.25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അത് ഇനിയും കുറയുന്നുണ്ടാവും. ലോൺ ഏകദേശം 3.25 വരെ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. ക്യാഷ് ബാക്ക് ഒക്കെ നോക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2017 മോഡൽ ZSI ഫുൾ ഓപ്ഷൻ വരുന്ന ഓട്ടോമാറ്റിക് സെലേറിയോ ഉണ്ട്. 4.25-4.5 വരെയൊക്കെ ബാങ്ക് വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. റേറ്റ് വയ്ക്കുന്നത് 3.25 ഉള്ളൂ. മാക്സിമം ഇനിയും കുറയുന്നുണ്ട്. ഫുൾ ലോൺ കിട്ടുന്ന ഒരു 2015 മോഡൽ മൈക്ര വരുന്നുണ്ട്. പെട്രോൾ ആണ്, മെയിൻ്റനൻസ് ഇല്ല. അതേപോലെ തന്നെ നല്ലൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. ഇനി ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് നോക്കുന്നവരാണെങ്കിൽ ഫിയാറ്റിന് മൾട്ടിസെറ്റ് എഞ്ചിൻ വരുന്ന ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് LOS ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടി 2.30 റേറ്റ് വരുന്നുള്ളൂ. 2011 മോഡൽ സ്വിഫ്റ്റ് VDIക്ക്. അതേപോലെ തന്നെ 2 സ്വിഫ്റ്റ് ഉണ്ട്. ഈ 2 സ്വിഫ്റ്റിന് നമുക്ക് ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും. പെട്രോൾ സ്വിഫ്റ്റ് വേണ്ടവർക്ക് പെട്രോൾ സ്വിഫ്റ്റ് ഉണ്ട്, ഫുൾ ലോൺ ലൈറ്റ്. ഡീസൽ സ്വിഫ്റ്റ് വേണ്ടവർക്ക് ഡീസൽ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ലോ ബഡ്ജറ്റ് മുതൽ അത്യാവശ്യം നല്ല കിടിലം പോലത്തെ ഹൈ എൻഡ് വരെയുള്ള വണ്ടികൾ, ബെൻസ് വരെയുള്ള വണ്ടികൾ നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പം കൂടുതൽ ഒരു വണ്ടികളും പരിചയപ്പെട്ടു തുടങ്ങും. വീഡിയോ അതായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സിൽ ഒരു കാറ് ഗീവ് അവേ കൊടുക്കുന്നുണ്ടാവും. അതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് നോക്കിയാൽ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മൂവിങ് ടു ദ വീഡിയോ. 12 i20 ആണ് വരുന്നത്. 290 ഇട്ടതാണ്. ഇത് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. ഇത് ആസ്റ്റ ഫുൾ ഓപ്ഷനാ? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആസ്റ്റ. ഓക്കെ, 2012 i20 ആസ്റ്റ ഡീസൽ അല്ലേ? അതെ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC. ഇതിന്റെ മാഗിന വേണ്ടവർക്ക് 2013 മാഗിന സിംഗിൾ ഓണർ വണ്ടി വേറെ ഉണ്ട്. അത് വേണമെങ്കിൽ കൊടുക്കാം. അത് 270 വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് ഓണർഷിപ്പ് ഇപ്പൊ 3 ആയിട്ടുണ്ട്. കിലോമീറ്റർ 1.30 അല്ലേ? അതെ. ഓക്കെ, അടുത്ത പോളോ വരുന്നത് 2013 ഹൈലൈൻ ആണ്, ഡീസലാണ് ഇത് വരുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചിലപ്പോൾ കാണിച്ചോന്നും അറിയില്ല. ഇല്ല, കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടില്ല. ഇത് 3,25,500 വരുന്നത്. നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വണ്ടി കേട്ടോ. 2013 പോളോ ഡീസലാണ്. 3rd ഓണർഷിപ്പ് ആണ് വരുന്നത്. ഹൈലൈൻ ആണ് വരുന്നത്. ഹൈലൈൻ അല്ലേ? 1.2 ലിറ്റർ എഞ്ചിൻ ആണ്. ആ ഒരു ഇത് മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. 12 പോളോ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.12 ആണ് മീറ്ററിൽ കാണിക്കുന്നത്. അതെ. ഓണർഷിപ്പ് 3rd, റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കേട്ടോ. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ റൈറ്റ് ഇട്ട 3.25 ഇട്ട റേറ്റ് നോക്കണ്ട. മാക്സിമം വന്നോട്ടെ, കസ്റ്റമർ വന്നിട്ട് ബാർഗൈൻ ചെയ്തിട്ട് എടുത്തോട്ടെ. ഒരുപാട് പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട്. മാക്സിമം എങ്ങനെയായാലും നമ്മൾ മേള തീരാറായി. ഏകദേശം ഒരു 10 ദിവസം കൂടി ഉണ്ടാവുള്ളൂ ഇവിടെ. അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ എല്ലാ റേറ്റും മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാന്നുള്ളത് മാത്രമാണ് കേട്ടോ. ശരി, പോളോ റേറ്റ് എത്രയായിരുന്നു? പോളോ വരുന്നത് 2,98,000 ഫൈനൽ ചെയ്യാം. ഓക്കെ, ലോൺ കിട്ടും ചെയ്യും. ഫുൾ ലോൺ. 2011 മോഡലാണ്, സ്വിഫ്റ്റ് ആണ് വരുന്നത്. DDIS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. അതായത് ഡീസൽ ആണ്. അതെ, ഫിയാറ്റിന്റെ മൾട്ടിസെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 3rd ഓണർഷിപ്പ്, 149 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.49 കിലോമീറ്റർ, 2,49,000. വിലയും പറയട്ടെ? വിലയും പറഞ്ഞോളി. 2,30,000 ചോദിക്കുന്ന റേറ്റ് ആണ്. കുറച്ച് തന്നെ കൊടുക്കാം കേട്ടോ. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. 18-20 റേഞ്ചിലും മൈലേജും കിട്ടുന്നുണ്ടാവും. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? ആഫ്റ്റർ മാർക്കറ്റ് LOS ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടയേഴ്സ് അത്യാവശ്യം ഉള്ളതായിട്ടും കാണുന്നുണ്ട്. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. എന്തെങ്കിലും വർക്ക് ലോ ബഡ്ജറ്റ് വണ്ടിനെ കൊണ്ട് ചോദിക്കാണ്. ഇല്ല, ഫ്രണ്ടിലെ ഗ്ലാസ് 2016 ആണ് കാണിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, അടുത്തത് ഇത് വരുന്നത് 2017 സെലേറിയ ZXi ആണ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ് വരുന്നത്. എയർ ബാഗ്
ABS കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ഡ്യുവൽ എയർ ബാഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിനെക്കൊണ്ട് AMT ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. K സീരീസ് എഞ്ചിനിൽ ഏകദേശം 15 റേഞ്ചിലൊക്കെ നമ്മളെ വാഗണാർ പോലെ തന്നെ സെയിം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ പോകും? ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി വരുന്നത് ഏകദേശം ഒരു 4.5-4.25 ലക്ഷം വരെ മാർക്കറ്റുള്ള വണ്ടിയാണ്. 2017 ZS ഓട്ടോമാറ്റിക് വണ്ടി വരുമ്പോൾ അതെ മാർക്കറ്റുള്ള വണ്ടിയാണ്. നമുക്കിത് ഇവിടെ 380 ഇട്ടേ ഉള്ളൂ. എന്താ നെഗറ്റീവ് എന്താ? കിലോമീറ്റർ അബവ് 1 lakh അറൗണ്ട് ഓടിയിട്ടുണ്ട്. അതാണ് മെയിൻറ്റൈൻഡ് ആണ്. എടുക്കുന്നതൊക്കെ വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല വർക്കൊന്നുമില്ല. പക്ക ക്വാളിറ്റി, പക്ക ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടി. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടിക്ക്. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. മാക്സിമം ഈ ആഴ്ച വരുന്നവർക്ക് മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ലോണൊക്കെയോ? ലോൺ ഫുൾ ലോൺ വരെ അല്ല, ഒരു 4 lakh വരെ നമുക്ക് ലോൺ ചെയ്യാം. 4.25 ഒരു വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. 4.25 അതെ. അപ്പോൾ ക്യാഷ് ബാക്ക് വേണ്ടവർക്ക് അതും ചെയ്ത് കൊടുക്കാം. 3,80,000 ഇട്ടിട്ടുള്ളൂ. മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും. അടുത്ത് ഇത് 2015 മോഡൽ GDSP ആണ് വരുന്നത്. ഡുവൽ ടൂൺ ആക്കിയിട്ടുണ്ട്. RC മെൻഷൻ ചെയ്ത വണ്ടി കേട്ടോ. ഓക്കെ. 2015 എറ്റിയോസ് ലിവ GDSP. കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. വണ്ടി ലോക്കാണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ചെറിയൊരു വീഡിയോ ചെയ്തതായിട്ട്, ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്ക് ക്യാമറയും അതേപോലെ തന്നെ നല്ല അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. മെക്കാനിക്കൽ നല്ല ഗുഡാണ്. റീ വണ്ടി ആണെന്നുള്ളൂ. അതെ, ആഫ്റ്റർ മാർക്കറ്റ് LOC മെക്കാനിക്കൽ ഗുഡ്. നമുക്ക് ഇത് റൈറ്റും കുറച്ച് കൊടുക്കാം. നമുക്ക് 4.30 നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ? 3.5-3.25 നമുക്ക് ചെയ്യാം. ഓക്കെ, 4 lakhന്റെ അടുത്ത് വരെ ചെയ്യാം. ഓക്കെ. നമ്മളിത് പോളോ ഹൈലൈൻ ആണ് വരുന്നത്. 2014 മോഡലാണ് വരുന്നത് കേട്ടോ. ഹൈലൈന് 1.2 ആണോ 1.5 ആണോ എഞ്ചിൻ വരിക? 1.5 വരുന്ന വണ്ടി കേട്ടോ. 1.5 ആണ്. അപ്പോൾ സ്വതവേ മെയിൻ്റനൻസ് കുറവായിരിക്കും. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഹൈലൈൻ എന്നുള്ള ഫുൾ ഓപ്ഷൻ അതിനൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC മുതൽ LOS വരെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ. ഏതാ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് 3+ അബവ് ആയിട്ടുണ്ട്. ഓക്കെ. ഇത് വരുന്നത് 3.25 നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. മാക്സിമം കുറച്ച് കൊടുക്കാം. 2014 ഹൈലൈനിന് സ്വതവേ അതിന് കൂടുതൽ റേറ്റ് വരുന്നുണ്ട്. ഓണർഷിപ്പ് കൂടുതൽ അതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസമാണോ? ലോൺ ചെയ്യാം കേട്ടോ. ലോൺ ഫുൾ ലോൺ ചെയ്യാം. 2014 വണ്ടി 3.25 വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. റേറ്റ് 3.25 വരുന്ന. ക്യാഷ് ബാക്ക് എന്ന് പറയാൻ പറ്റുമോ? ക്യാഷ് ബാക്ക് കൊടുക്കാം. ഓക്കെ, ശരി. നല്ലൊരു വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പിന്നെ പോളോ 2018 ആണ്. അത് 5 ലക്ഷം റുപ്യ ചോദിച്ചിരുന്ന വണ്ടിയാണ്. 1.2 പെട്രോൾ ഹൈലൈൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് അറൗണ്ട് 1 lakhന്റെ അടുത്ത് ഓടിയുള്ളൂ. ഓക്കെ. ഈ ഒരു പോളോയോ? പോളോ ഡീസലോ റെഡ് ഡീസലോ? ഇത് പെട്രോൾ ആണ് വരുന്നത്. അത് ഡീസലാണ്. ഡീസൽ കിലോമീറ്റർ എത്രയായിരുന്നു? അത് ബിലോ 1 lakh ആണ് വരുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹൈലൈനിൽ വരുന്ന ഓട്ടോ ക്ലൈമറ്റ് AC, ഡ്യുവൽ എയർ ബാഗ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ടാവും. അതെ. ഇന്റീരിയർ രണ്ടിന്റെയും നീറ്റ് ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടികളാണോ ഈ രണ്ട് പോളോ? അതെ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ജെനുവിൻ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് ഒക്കെ. ഓക്കെ. എടുക്കുന്നതൊക്കെ വേറെ പേടിക്കാൻ മാത്രം വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അത് അതിനെ കൊണ്ട് വയ്ക്കാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇത് 14 LX വണ്ടിയാണ്. വാഗനർ ആണ് വരുന്നത്. LXi വാഗനർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡിൽ മാറിക്കണോ എന്താന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. 2.65 മുമ്പ് ചോദിച്ചിരുന്ന റേറ്റ് കാര്യമാക്കണ്ട, കുറച്ച് കൊടുക്കാം. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ വരുന്നത് അറൗണ്ട് 1 lakhന്റെ ബിലോ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് പറഞ്ഞു. പിന്നെ റീപ്ലേസ് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ? റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. ഇത് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. അതിന് മുകളിൽ കയറുള്ളൂ. ഫുൾ ലോൺ എബോവ് കയറും. 2.25 റേഞ്ചിലൊക്കെ ലോൺ ചെയ്യേണ്ട വണ്ടികളാ. പക്ഷെ നമുക്ക് മാക്സിമം ഫുൾ ലോൺ ചെയ്യാന്ന് പറയാം. ശരി. ഓക്കെ. അടുത്ത് വരുന്നത് ഓൾട്ടോ കേട്ട 2010 ആണ് വരുന്നത്. പാർക്കാൻസൈൽ വണ്ടി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന വണ്ടിയാണ്. 149 ആണ് കിട്ടുന്നത്. ഇത് മാക്സിമം നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. 2010 ഓൾട്ടോ കേട്ടൻ LXi ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. K സീരീസ് എഞ്ചിനാണ്. മാനുവൽ ട്രാൻസ്മിഷൻ. ഏകദേശം 15 റേഞ്ചിൽ
മൈലേജും കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് സാധിക്കാം? അറൗണ്ട് 1 lakh ഓടിയ വണ്ടികളാണ്. ഓക്കെ. പാർക്കൻസിൽ അതിനെ കൊണ്ടാണ് 1.49 എന്നുള്ള റേറ്റ്. നമ്മൾ കഴിഞ്ഞ മേളയിൽ 2011 വണ്ടി തന്നെ 1.38 റേഞ്ചിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ. ഇത് ആസ്റ്റാർ 2009 വണ്ടിയാണ്. ഇത് 130 ആണ് ഇട്ടിരുന്നത്. ഇത് റൈറ്റ് മാക്സിമം കുറച്ചിട്ടുള്ള കോട്ടിങ് ചെയ്തോട്ടെ. അത് റൈറ്റ് നോക്കിയതിന് ശേഷം ചെയ്യാം. ഓക്കെ. റീപെയിന്റ് കാണുന്നുണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാണുന്നുണ്ട്. 2009 വണ്ടി അതിനെ കൊണ്ട് തന്നെ ഒരു പഴക്കം ബോഡി അത്ര അറിയുന്നില്ല. ഫിറ്റ്നസും ന്യൂ ടാക്സിൽ കൊടുക്കാം. പുതിയ ഫിറ്റ്നസ്, പുതിയ ടാക്സ്, പുതിയ റിന്യൂവല്, പുതിയ ടാക്സ് എടുത്ത് കൊടുക്കും അല്ലേ? അതെ. K സീരീസ് എഞ്ചിനാണ്. VXI എന്നുള്ള മിഡിൽ ഓപ്ഷൻ അതിനെ കൊണ്ട് 4 പവർ വിൻഡോസും AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇന്റീരിയറും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ 2009 വണ്ടിനെ കൊണ്ട് ചോദിക്കുകയാണ്. അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. ഓക്കെ. നല്ല വണ്ടി. സെലറിയ വരുന്നത് 2017 മോഡല്, ഒരു ന്യൂ ഷേപ്പില് ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. സെലറിയ എക്സ് എന്നുള്ള ഒരു രീതിയിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 പീസ് റീപ്ലേസ് ഉണ്ട് ഇതിമേല്. ZXi എന്നുള്ള നമ്മൾ മുന്നേ കണ്ട സെയിം ZXi എന്നുള്ള ഫുൾ ഓപ്ഷൻ തന്നെ അല്ലേ? അതെ. 3.75 ഇത് ഇവിടെ റൈറ്റ് കിട്ടിയത്. വണ്ടി ലോക്കാണ്, ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇത് റീപ്ലേസ് എന്തൊക്കെയാണുള്ളത് ഇതില്? മെയിൻ ക്ലാസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ റൂമും കാര്യങ്ങളും ഇത് A to Z വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്തതിന്റെ ശേഷം മാത്രം വരിക. റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഇവര് ചോദിക്കട്ടെ. മേജർ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് ഫ്രണ്ട് തട്ടിയ വണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ മെയിൻ ക്ലാസും ബോണറ്റും മാറിയത്. ഓക്കെ. അപ്പൊ ഇതിന് മാക്സിമം റൈറ്റ് കുറച്ച് ഫുൾ ഓൺ ചെയ്തിട്ടുള്ള സ്കീമാണ്. 17 ആണ്. 3.75 വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ അല്ലേ? അതെ. ഇത് കുറച്ച് കൊടുക്കും കേട്ടോ. ഓക്കെ. അടുത്തത് ഇയോൺ വരുന്നത് 2012 മോഡൽ ഇയോൺ ആണ് വരുന്നത്. ഇത് ഇറാ പ്ലസ് ആണ് വരുന്നത്. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, കുറച്ചൊരു വൃത്തികമ്മി ഉണ്ട്. അടിപൊളി ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റൂല. മാക്സിമം കുറച്ച് തന്നെ കൊടുക്കുക. ഇതിനൊക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 2012 ഇയോൺ ഇറാ പ്ലസ്. ഇതൊക്കെ അറൗണ്ട് 1 lakh ഓടിയ വണ്ടികളാണ്. ഓക്കെ. പെട്രോൾ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ഓണർഷിപ്പ് എത്രയാ? 2ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. അല്ല, വൃത്തിയാക്കിയ ഷേപ്പ് കാണുന്നുണ്ട്. ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? റേറ്റ് എത്രയായിരുന്നു? 1.25 കൊടുക്കാൻ വണ്ടി. 1.25 2012 ഇയോൺ ഇറാ പ്ലസ്. ചെറുതായിട്ടൊന്ന് വർക്ക് എടുത്ത് വൃത്തിയാക്കാനുണ്ടാവുള്ളൂ അല്ലേ? ഓൾട്ടോ വരുന്നത് LXi ആണ്. 2008. ന്യൂ ഫിറ്റ്നസ്, ന്യൂ ടാക്സ്. ഓക്കെ. 95,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 3 അല്ലേ? ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ആണ് വരുന്നത്. 95 ആണ് കഴിഞ്ഞ ചോദിച്ചത്. മാക്സിമം ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട വണ്ടികളാണ്. ഓക്കെ. അപ്പൊ മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊടുക്കുന്നല്ലേ? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി അത്യാവശ്യം വൃത്തി കാണുന്നുണ്ട്. ഓക്കെ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത് സെക്കൻഡ് നമ്പറും കൊടുക്കുന്നുണ്ട്. 2-3 നമ്പറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. വിളിച്ചോട്ടെ. ശരി. അടുത്തത് ഇത് 45ന്റെ വരുന്ന ഒരു 2006 മോഡൽ MPFI എഞ്ചിൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള മാരുതിയുടെ 800. AC വർക്ക് ചെയ്യുന്നില്ല. അല്ല, AC ഇല്ലാത്തതിനെ കൊണ്ട് AC വർക്ക് ചെയ്യുന്നില്ല. ബാക്ക് മാത്രം ചെറിയൊരു ബോറായി തോന്നുന്നുണ്ട്. അത്യാവശ്യം ഷേപ്പുള്ള വണ്ടി. റേറ്റ് 45 കുറയും. കുറച്ച് കൊടുക്കേണ്ട വണ്ടികളാണ്. ഓക്കെ. പിന്നെ 2006-7 രജിസ്ട്രേഷൻ വരുന്ന LXi വേരിയന്റ് വണ്ടിയാണ്. ഇത് അറൗണ്ട് പെട്രോൾ ആണ്. ഇത് കസ്റ്റമർ പാർക്കാൻ സൈലായിട്ട് വെച്ചാണ്. ഓക്കെ. VXI എന്നുള്ള ബാഡ്ജിങ് ആണ് ബാക്കിലുള്ളത്, പക്ഷെ വണ്ടി LXi ആണല്ലേ? ഫീച്ചർ സൈഡിൽ റെഡിയിൽ ഇപ്പൊ ഇൻഷുറൻസ് ഇല്ല. ന്യൂ ഇൻഷുറൻസിൽ നമുക്കൊരു 1.10 മാക്സിമം ചെയ്യാം. 1.10 2006 2007 സ്വിഫ്റ്റ് LXi അല്ലേ? 2 പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ. കോണ്ടോ ഇത് വരുന്നത് 2009 സൈലോ വരുന്നത്. സോറി, സൈലോ 2009 E4. 1.90 ആണ് കഴിഞ്ഞത്. ഈ വീഡിയോയിൽ ഇട്ട റേറ്റ് ആണ്, പക്ഷെ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട്. ഓക്കെ. എന്നുള്ള മഹീന്ദ്രന്റെ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 15 റേഞ്ചിൽ ഡീസലിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. റിന്യൂവലൊക്കെ എന്താ വരുന്ന സമയത്താ? റിന്യൂവലൊക്കെ വരുന്നത് ഈ വർഷം ലാസ്റ്റിലേക്കാണ് വരുന്നത്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 4 പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. 7 സീറ്റർ വണ്ടീനെ കൊണ്ട് മിഡിൽ റോയിൽ AC കൂടെ വരുന്നുണ്ടാവും. റിന്യൂവൽ എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ? റിന്യൂവൽ ആയിട്ടുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇവിടുന്ന് റിന്യൂവൽ എടുത്തിട്ടാണ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ. ഇതാവാത്തതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടൂല. ഓക്കെ. 15 നാനോ ടിസ്റ്റാണ് വരുന്നത്. 1.15 ഇവിടെ എത്തുന്ന റേറ്റ് ആണ്. ആർക്കാൻസയിലാണ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ അറൗണ്ട് ബിലോ 1 lakh ബിലോ അല്ല,
72,000 ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ട്. എന്നാ പിന്നെ അതന്നെ ആയിരിക്കും. ആ നേരം കൊണ്ട് വേറെ ഓടിയില്ലെന്നല്ലേ. AC പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചറായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട്. ഇന്റീരിയർ അതിന് മാച്ച് ആയിട്ട് തന്നെ വണ്ടിയാണ് നമുക്ക് ഇവിടെ. ഓക്കെ, 1.15 അവിടെ എത്തിയുന്ന റേറ്റ്. കസ്റ്റമർ ലോണൊന്നും കിട്ടില്ലല്ലോ 2015 നാനോന്? ലോണൊന്നും കിട്ടൂല. കസ്റ്റമറെ വിളിച്ചിട്ട് പവർ സ്റ്റിയറിംഗ് AC വരുന്നുണ്ടെന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. ഡിക്കി തുറക്കാൻ പറ്റുന്നതല്ല. ബ്രസ 2017 മോഡൽ VDI വണ്ടിയാണ്. എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. അഡീഷണൽ അലവിലേക്ക് VDI ഓപ്ഷൻ ആണോ VDI ആണോ? VDI ആണ്. VDI ആണ്. ഡീസൽ അതിനെ കൊണ്ട് തന്നെ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ബാക്ക് സെൻസേഴ്സ് കാണുന്നുണ്ട്. കമ്പനി അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്താണോ? അതെ. മരുതിന് തന്നെ അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 4 ഡോർ പവർ വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഡ്യുവൽ എയർ ബാഗ് ഇല്ല, സിംഗിൾ എയർ ബാഗ് ആണ്. പറഞ്ഞു മാറിപ്പോയതാണ്. എയർ ബാഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ല അങ്ങനത്തെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മേജർ അല്ലാത്ത മൈനർ ആക്സിഡന്റ് എന്തെങ്കിലും? അതിന് ബമ്പർ കാര്യങ്ങളൊക്കെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. 17 ബ്രസ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അറൌണ്ട് 1 lakh ഓടിയ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടി. സർവീസ് ഉള്ള വണ്ടി. 56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടാവും? ഒന്നുമില്ല. ബിസിനസ് എടുക്കാൻ പറ്റും. നല്ല വണ്ടി. റേറ്റ് എത്രയാ? 6.25 കൊടുക്കാം. 6.25 2017 ബ്രസ. VDI ഓപ്ഷൻ. VDI അല്ലേ? കമ്പനി എലോയ്സ് ചെയ്തിട്ടുള്ള വണ്ടി. ബ്രസ നമുക്ക് ഫുൾ ലോൺ പറയാൻ പറ്റും? 2017 ബ്രസ അറൌണ്ട് നമുക്ക് ചെയ്യാം. സൈക്കോ ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് SS4 പിന്നെ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ZSI എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 10 മോഡൽ ZXi വണ്ടി കേട്ടോ. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99,000 കിലോമീറ്റർ വരെ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ബാക്ക് ക്യാമറ, ബാക്ക് സെൻസേഴ്സ് എല്ലാം വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഒരു ബാക്ക് ക്യാമറയ്ക്കുള്ള ഒരു സ്ക്രീന് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും ഡ്യുവൽ എയർ ബാഗും വരുന്നുണ്ട്. റീപ്ലേസ് ആകെ മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. നല്ല വണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് ലോ ബഡ്ജറ്റ് SS4 വണ്ടി. പെട്രോൾ ആണ്. ZSI. റേറ്റ് മുന്നേ 2.5 ആയിരുന്നു പറഞ്ഞത്. ഇത് നമുക്ക് 1.95 താഴെ കൊടുക്കാം. ഇനിയും കുറച്ച് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇത് സ്വിഫ്റ്റ് ZXi 2015 മോഡൽ. 2015 സ്വിഫ്റ്റ് ZSI എന്നുള്ളത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അലോയ് വീൽസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 80,000 കിലോമീറ്റർ ഫോർത്ത് ഓണർഷിപ്പ് വരുന്ന വണ്ടി കേട്ടോ. ബാക്ക് ക്യാമറ ഇല്ല, ബാക്ക് സെൻസേഴ്സും ഡിഫോഗർ. 4.10 ഇവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. കുറച്ച് കൊടുക്കാം കേട്ടോ. 2015 ZSI ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അടുത്ത വണ്ടി കാണിക്കല്ലേ? ഒറ്റ മിനിറ്റ്. ഇതിന് റേറ്റുകൾ എത്രയായിരുന്നു പറഞ്ഞാൽ? 4.10 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ഓണർഷിപ്പ് 3 or 4 പറഞ്ഞേ? അതെ, ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പ് വരുന്ന. ഓക്കെ, അടുത്തത് ഇത് വരുന്നത് 2014 മോഡല്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച LDI വണ്ടി കേട്ടോ. ഇത് വരുന്നത് 3.45 അട്ടിരുന്ന് 3.4 അബോ റേഞ്ചിക്ക് കൊടുക്കാം. ഓക്കെ, 3.4 റേഞ്ചിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2014 മോഡൽ സ്വിഫ്റ്റ് LDI ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ സാവിക? അറൌണ്ട് 1 lakh ഒക്കെ ഓടിയ വണ്ടിയാണ്. 1 ലക്ഷം റേഞ്ച് തന്നെ അല്ലേ? നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കിലോമീറ്റർ 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിങ്ങും. അത്യാവശ്യം നീറ്റായിട്ട് ഇൻറ്റീരിയേഴ്സ് കാണുന്നുണ്ട്. ബോഡി അത്യാവശ്യം ഷേപ്പും കാണുന്നുണ്ട്. റീപെയിൻ്റ് ആണെങ്കിൽ കൂടെ. അതെ. അതിന് ലോണൊക്കെ എത്ര വരാൻ പറ്റുന്നുണ്ട്? 2015 സ്വിഫ്റ്റ് LDI ലോൺ നമുക്ക് 3 lakh ഏകദേശം അറൌണ്ട് ചെയ്യാം. ഓക്കെ, 3.4 വണ്ടിക്ക് റേറ്റ് അല്ലേ? 15 ജാസ് ആണ് വരുന്നത്. 15 ജാസ് തേർഡ് ഓണർഷിപ്പ് വരുന്നത്. അറൌണ്ട് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതാ? ബി ആണോ? അതെ. ബാക്ക് വൈപ്പറും അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സും എല്ലാം കാണുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. ഒക്കത്തിന് മുകളിലായിട്ട് ഹോണ്ട ആൻഡ് ID.Tech എഞ്ചിനാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടാവും. 5.25 ഇവിടെ എത്തുന്ന റേറ്റ് ആണ്. കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 24 റേഞ്ചിൽ വരെ മൈലേജ് യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. ലോൺ എത്ര പറയാൻ വേണ്ടി പറ്റും? ലോൺ നമുക്ക് 5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ഓക്കെ, ജാസ് നമുക്ക് ഫുൾ ലോൺ പറഞ്ഞൂടെ? ഫുൾ ലോൺ ചെയ്യാം. പ്രൊഫൈൽ ഉള്ളവർക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും. ബൊളേറോ കൊടുക്കാം. ലോണിൽ തന്നെ ചെയ്യാം നമുക്ക്. 2011-12 വണ്ടിയാണ് കേട്ടോ. അത് ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നോ സെക്കൻഡ് ആയിരുന്നോ? ഇത് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. SLX എന്നുള്ള വേരിയന്റ് ആണ്. KL 57 കൊടുവള്ളി
കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. അതെ, അറൗണ്ട് 1 lakh ഓടി വണ്ടി. ഇത് വരുന്നത് 335 നമ്മൾ ഇട്ടിരുന്ന റേറ്റ് ആണ്. മാക്സിമം കുറച്ച് ചെയ്യാം, കസ്റ്റമർ വരട്ടെ. ഓക്കെ, ലോണിലാണ്, ലോണിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരി, അടിപൊളി വണ്ടി കേട്ടോ. 2011-12 ബൊളേറോ M2DI എഞ്ചിനാണ് വരുന്നുണ്ടാവുക. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടോ, വലിയ മെയിൻ്റനൻസും വരുന്നില്ല. 2019 മുതൽ അടിപൊളി ടിയാഗോ തരം കൊടുക്കാം നമുക്ക്. ഡീസലാണ് വരുന്നത്, ബേസ് വേരിയൻ്റ് ആണെന്നുള്ളൂ. ഓക്കെ, 320 നമുക്ക് ഇവിടെ ഫൈനലി കിട്ടേണ്ട റേറ്റ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി കൊടുക്കാം കേട്ടോ. നല്ല വണ്ടി കേട്ടോ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, ലോണൊക്കെ ഏകദേശം ഒരു 3 lakh ഒക്കെ ലോണും ചെയ്യാൻ പറ്റിയ വണ്ടി. 3 lakh അബവ് പറയാം കേട്ടോ. ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും 2019 ടിയാഗോന്. അതെ, ചെയ്യാം. ഡീസൽ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? വണ്ടി ഇറങ്ങുന്നില്ല. ഡീസലില് ടിയാഗോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം 20-22 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓൾഡ് ഷേപ്പ് ടിയാഗോ ആണ്, 19 മോഡൽ. 20-25 കിലോമീറ്റർ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും ഡീസൽ കേട്ടോ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടിയ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അതെ, 13 മോഡല് i20 മാഗനാണ് വരുന്നത്. കഴിഞ്ഞ രണ്ട് വണ്ടി ഉണ്ടായിരുന്നത്, സിൽവർ വണ്ടി അത് കൊടുത്തു വണ്ടി. അത് അഡ്വാൻസ് ആയിട്ടുണ്ട്, ലോണിലാണ് വരുന്നത്. ഇത് ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ വീഡിയോയില് 295 പറഞ്ഞിരുന്ന വണ്ടിയാണ്. ഇത് 275 താഴെയായിട്ട് കൊടുക്കാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC പോർഷനും ഫോർഡോർ പവർ വിൻഡോസ് താഴെയായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി 1.15 ഓടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 13 ഐറ്റം മാഗ്ന, i20 മാഗ്ന, CRDI ഡീസൽ കേട്ടോ. റേറ്റ് എത്രയായിരുന്നു? റേറ്റ് വരുന്നത് 2,75,000 ബിലോ കൊടുക്കാം. ഓക്കെ, 2013 മോഡല് ഡസ്റ്റർ ആണ് വരുന്നത്. 85 ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള അറൗണ്ട് 1 lakh ഓടി വണ്ടി. 395 ഇവിടെ എത്തിയുന്ന റേറ്റ് ആണ്. കുറച്ച് കൊടുക്കും കേട്ടോ മാക്സിമം. 2013 ഡസ്റ്റർ 85 PS. വേരിയന്റ് ഏതാ? ഇത് വേരിയന്റ് വരുന്നത് RX അല്ലല്ല, അതില് ബാക്കിൽ നോക്കി എയർ ബാഗ് കാണുന്നില്ല. RXL ആയിരിക്കും. ഫോർഡോർ പവർ വിൻഡോസ് ഉണ്ട്, പക്ഷെ എയർ ബാഗ് ഇല്ല. 395 പറഞ്ഞിട്ട് ലോണ് 3.5 മുകളിൽ കിട്ടൂലേ? അതെ, കുറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഹോണ്ട സിറ്റി 2016 ആണ് വരുന്നത്. VX വേരിയന്റ് ആണ് വരുന്നത്. VX എന്നുള്ളത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണോ? അതെ, സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കമ്പനി എല്ലാ വീൽസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, എയർ ബാഗ്, ABS ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ബാക്ക് സെൻസേഴ്സ് ഉണ്ട്, ബാക്ക് ക്യാമറ ഇല്ല. പെട്രോള്, ഹോണ്ട സിറ്റി 2016-17 അത് 2016 മോഡൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 55,000 മീറ്ററിൽ കാണിക്കുന്നുണ്ട്. 5 അതെ, ഫ്രീ വണ്ടിയിലല്ലേ? കേരള വണ്ടിയല്ലേ? അതെ, കേരള വണ്ടി. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഇത് ലോൺ വരുന്നത് നമുക്കൊരു 6,00,000 ലക്ഷം വരെ ലോൺ ചെയ്യാൻ വേണ്ടി. 6.55 ഇവിടെ ഇട്ടുന്ന റേറ്റ്. കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ലോൺ ആക്കി കൊടുക്കാൻ പറ്റുമോ? ചെയ്യാം. അടുത്ത് 2017 കിഡാണ് വരുന്നത്. RXL വേരിയന്റ്. 800cc ആണോ 1000cc ആണോ? 800cc. 800cc കിഡ് RXL 2017-18 ഓണർ വണ്ടി. ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. ഫുൾ ഓൺ ചെയ്യാല്ലേ? 73,000 കാണിക്കുന്നുണ്ട്. 2,40,000 വില. ഓക്കെ, കുറച്ച് കൊടുക്കാം. വിലട്ട വിലയിൽ കൊടുക്കുന്നില്ല, കുറച്ച് കൊടുക്കും. 17-18 കിഡ് 2.40 ഉള്ളു അല്ലേ? അതെ. ഓക്കെ, അടുത്തത് മഴ. അടുത്ത് വരുന്നത് ക്രെറ്റ വരുന്നത് 1060. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന വണ്ടിയാണ്. 2018 SX ഓപ്ഷനിലെ വണ്ടി. സൺറൂഫ് വരുന്ന ക്രെറ്റ അല്ലേ? ഡീസൽ അല്ലേ? ഡീസൽ. അടുത്ത് ഇത് റിറ്റ്സ് 2012 മോഡലാണ് വരുന്നത്. നമ്മൾ റെഡിയിൽ 2 സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 12 ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയുണ്ട്, ഓൾഡ് ഷേപ്പും ഉണ്ട്. VDI അത്? അതെ, VDI മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് ക്യാമറ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ, അതുകൊണ്ട് തന്നെ ഏകദേശം 18 വണ്ടി ലോക്കല്ലേ? ഓക്കെ, ലോക്കാണ്. വലിച്ചു പൊട്ടിക്കണ്ട. ഇല്ല, പൊട്ടിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. VDI വേരിയന്റ് കേട്ടോ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? മാക്സിമം അത് അറൗണ്ട് 135 ഓടിയിട്ടുണ്ട്. ഇതിപ്പോ സ്റ്റോക്ക് ഔട്ട് ആക്കേണ്ട വണ്ടിയാണ്. മാക്സിമം അത് കുറച്ച് കൊടുക്കാം നമുക്ക്. റേറ്റ് എത്ര? ഇത് വരുന്നത് 2.25 ബിലോ കൊടുക്കാം. ഓക്കെ, ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഏകദേശം 2 lakh ചെയ്യാം. 2 lakh അബവ് ചെയ്യാം. ഓക്കെ, ഇത് വരുന്നത് 2009-10 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, സെയിം റിറ്റ്സ് ഡീസൽ VDI തന്നെയാ? അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്.
കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് 2 ലക്ഷം ഇവിടെ എത്തുന്ന റേറ്റ് ആണ്. ഇതൊക്കെ മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കൊടുക്കും കേട്ടോ. ഓക്കെ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. WRV 2017 മോഡല് VX വരുന്നുണ്ട് കേട്ടോ. VX എന്നുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 2017 ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അല്ലേ. സൺറൂഫ് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സൺറൂഫ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. WRV ഡീസൽ എന്ന് പറയുന്നത് എങ്ങനെയാലും 24 റേഞ്ചിലൊക്കെ മൈലേജ് യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അതിനെക്കൊണ്ട് തന്നെ സൺറൂഫ് മുതൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, കമ്പനി എല്ലാ വീൽസ്, അതേപോലെ തന്നെ റേറ്റ് നമ്മൾ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഒന്നിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കണേ, ഡീസൽ വണ്ടിയല്ലേ, ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി കൂടിയാണ്. ഓടും സ്വാഭാവികം. 24 കിലോമീറ്റർ മൈലേജ് പക്ക എന്തായാലും ഉണ്ടാവും. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 740 ഇവിടെ ഇട്ട റേറ്റ്, കുറച്ച് കൊടുക്കും. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോണ് 7 ലക്ഷം രൂപ മാക്സിമം ചെയ്യാം. ബെൻസ് ആണ് ഇത്, 2013 വണ്ടി കേട്ടോ. ഡൽഹി വണ്ടിയല്ലേ, C220 കേട്ടോ. ഡീസലാണ്, NOC കൊടുക്കാം നമുക്ക് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. അറൗണ്ട് 1 lakh ഓടി കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി. റേറ്റ് എങ്ങനെ വരുന്നത്? 8.25 അവിടെ ഇട്ടിട്ടുള്ളൂ, കുറച്ച് കൊടുക്കാം കേട്ടോ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടിക്കുന്നു. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? അതെ അതെ. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? മേജർ വർക്കുകളൊന്നുമില്ല. ലോണ് കിട്ടുന്നുണ്ടാവോ? ലോൺ NOC നമ്മളിത് കൊടുക്കുന്നത്. ഇനി കസ്റ്റമർ വന്നിട്ട് ഒരു നമ്പർ ആക്കിയോട്ടെ. അമേസ് ആണ് വരുന്നത്. അമേസ് V ആണ് വരിക, ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി കേട്ടോ. ന്യൂ ഷേപ്പ് ആണ്. 2019 20 2019 മോഡൽ, 20 മോഡൽ. ID ടെക് എന്നുള്ള ഡീസൽ എഞ്ചിനാണ്. V എന്നുള്ള വേരിയന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ ഡ്യുവൽ എയർ ബാഗും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ABS ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ന്യൂ ഷേപ്പിലേക്ക് വരുന്ന അമേസ് ഡീസലാണ്. ഇവിടെ 8 റേറ്റ് ആണ്, കുറച്ച് കൊടുക്കുക കേട്ടോ. 8,90,000 രൂപയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടി. ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? ഇത് സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത രീതിയിൽ ഒന്നുമില്ല. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും? ഒന്നുമില്ല, എല്ലാ മെക്കാനിക്കലും എല്ലാ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ. ലോണൊക്കെ എത്ര പറയാം? ലോൺ നമുക്ക് ഏകദേശം ഒരു 8 ലക്ഷം രൂപ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ റാപ്പ് ചെയ്യാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ഇടാൻ ഈ ഒരു വീഡിയോനകത്ത് തന്നെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. വിളിച്ചിട്ട് കിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിലും കൂടെ ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നുണ്ടാവും. അതിന് നിങ്ങൾക്ക് വരെ റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിസൈനിങ് ഓഫ്. അഡ്യൂസ്.